ഈ ഫാമിൽ നിന്ന് 4000 കിലോ മീൻ പിടിച്ച് കൊണ്ടുപോകാൻ പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വണ്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്, മീൻ കൊണ്ടുപോകാനുള്ള, അതുപോലെ തന്നെ മീൻ പിടിക്കാനുള്ള മീൻപിടുത്തക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കാണാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിലത്ത് താർപ്പായൊക്കെ വിരിച്ച് റെഡിയാക്കുന്നുണ്ട്. മീൻ കരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇടാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരിട്ട് മീൻ കുളത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മീൻപിടുത്തക്കാർ ഇതാ ഇറങ്ങി തുടങ്ങി. വല കൊണ്ടാണ് ഇറങ്ങുന്നത്. വല വലിച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. കുളം വറ്റിച്ച് പിടുത്തമല്ല, കാരണം ഓൾറെഡി കുളത്തിൽ വെള്ളം കുറച്ച് കുറവാണ്. അപ്പോൾ ആ കുളത്തിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ തന്നെ വല വലിച്ചിട്ട് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാട്ടോ. എങ്ങനെയായാലും നമുക്ക് കാഴ്ചകൾ കാണാം. പിടിച്ചു കൊണ്ടുവരുന്ന മീൻ തൂക്കാനും വേണ്ടി തുലാസ് ഇവിടെ സെറ്റാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരയിൽ ബാക്കിയുള്ളവർ കുറച്ച് പേര് മീൻപിടുത്തം കാണാനുണ്ട്. നേരിട്ട് നമ്മൾ കുളത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുളത്തിൽ ഇതാ ആ അറ്റത്ത് പോയിട്ട് വല വലിച്ചിട്ട് അവിടുന്ന് വലിച്ചു കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇനി കൊണ്ടുവന്ന് ഇങ്ങോട്ട് കരയിലേക്ക് കുറച്ച് ഭാഗത്ത് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം മീൻ അതിലുണ്ട് എന്നുള്ളത്. ഈ കുളത്തിൽ വരാലും കടും അതുപോലെ തന്നെ മറ്റു മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വാള മീനിനെ മാത്രമായിട്ടാണ് പിടിച്ചിട്ട് ഹോൾസെയിലായിട്ട് ഇവിടുന്ന് കൊടുക്കുന്നത്. അതിൻ്റെ പിടുത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി വലിയ മീനുകൾ മറ്റു മീനുകളെ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ വിടും. അപ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ വന്നവരുണ്ടല്ലോ, കൊണ്ടുപോകാൻ വന്നവർ, അവർ മീൻപിടിയൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി പിടിച്ച മീനുകളെ കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ വാളയിൽ തന്നെ ചെറിയ വാളയുണ്ടാവും, വലിയ വാളയുണ്ടായിരിക്കും. അപ്പോൾ വലിയ വാളകളെ മാത്രമാണ് ഇവിടുന്ന് ഇവർ കൊണ്ടുപോകുന്നത് കേട്ടോ. ചെറിയ വാളകളെ ഇവരെ വേറെ ജീവനോട് കൂടിയിട്ട് വേറെ കൊണ്ടുപോകുന്ന സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് കാണാൻ എങ്ങനെയാലും. ഇപ്പോൾ വാളയുടെ വലുപ്പമൊക്കെ കണ്ടില്ല. നേരിട്ട് ഈ കുളത്തിൽ നിന്ന് വലയിൽ പിടിച്ചിട്ട് 3-4 പേരുണ്ട് പിടുത്തക്കാർ, 2-3 പേര് കരയിലുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് വല വലിച്ച് പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് പേരെന്ത് ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ വെയിറ്റ് നോക്കണില്ല കേട്ടോ. വലിയ മീനിൻ്റെ വെയിറ്റ് നോക്കില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വെയിറ്റ് നോക്കിയിട്ട് ഇവർ ലോഡ് കയറ്റിലൊക്കെ ആ സമയത്താണ്. ചെറിയ മീനിൻ്റെ വെയിറ്റാണ് കുറച്ച് കഴിഞ്ഞാൽ നോക്കുക. അപ്പോൾ കിട്ടിയിട്ടുള്ള മീൻ അതേപോലെ തന്നെ വലയിൽ വെള്ളത്തിൽ തന്നെ നിർത്തിയിട്ട് അങ്ങനെ എന്താ പറയുക, ഏറ്റി കൊണ്ടുവരാനുള്ള രീതിയിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തലച്ചുവടായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കണം, കരയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്തിക്കണ മീനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരിട്ട് മീൻ പെട്ടിയിലേക്ക് ഇടുക ചെയ്യണം. ഇപ്പോൾ ഇവർ മീൻ കളക്ട് ചെയ്ത് കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ലോഡ് കയറ്റലും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് അവിടുന്ന് വെയിറ്റ് നോക്കിയിട്ട് കൊണ്ടുവന്ന മീനാണ്. അപ്പോൾ ഈ മീനിനെ നേരിട്ട് എന്ത് ചെയ്യുന്നത്, തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വണ്ടിയുണ്ട്. ആ വണ്ടിക്കകത്ത് താർപ്പായ വിരിച്ച് അതിനകത്ത് വെള്ളം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ജീവനോട് കൂടി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഫാമിൽ വേറെ കുളങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ അതിനെ വളർത്തി സൈസാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. വലിയ മീനുകളെ, വരാലുകളെയാണ് ഇപ്പോൾ നേരിട്ട് എന്ത് ഹോൾസെയിലായിട്ട് കയറ്റി പോകുന്നത്. വരാലിൽ നിന്ന് വാള, അത്യാവശ്യം സൈസുള്ള വാളകളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ വാളകളെ ഇങ്ങനെ, ഇപ്പോൾ ഇതിലൊക്കെ ചെറിയ വാളകളായിരിക്കും. അപ്പോൾ ഈ വാളകളെ നേരിട്ട് എന്ത് ചെയ്യും, വെയിറ്റ് നോക്കിയിട്ട് ഉണ്ടല്ലേ, ഇപ്പോൾ ഇവിടുന്ന് വെയിറ്റ് നോക്കും. അപ്പോൾ ഇത് എല്ലാം ഒരേ പ്രൈസിനാണ് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മാർക്കറ്റിലൊരു 65-70 രൂപ റേഞ്ചൊക്കെ ഉണ്ടെന്നുണ്ട് ഹോൾസെയിലായിട്ട്. ഇതൊക്കെ അത്രയും ക്വാണ്ടിറ്റിയിൽ കയറ്റി പോവില്ലേ, ആ റേഞ്ചിൽ കിട്ടും. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും, ഇതിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, മറ്റേത് സെപ്പറേറ്റ് വേറെ നോട്ട് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വെയിറ്റ് നോക്കുക. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വാളകളുണ്ടില്ല, അത്യാവശ്യം നല്ല വാളകളുണ്ട്. അതിൻ്റെ സൈസൊക്കെ കണ്ടില്ല. അപ്പോൾ വലിയ വാളകളെ സെപ്പറേറ്റും ചെറിയ വാളകളെ സെപ്പറേറ്റുമാണ് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരമായി മീൻപിടുത്തം തുടങ്ങിയിട്ട്. അപ്പോൾ അത്യാവശ്യം മീനുകളൊക്കെ ഇപ്പോൾ കരയിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യും, മീനുകളുടെ വെയിറ്റ് നോക്കിയിട്ട് സെപ്പറേറ്റ് മാറ്റൂട്ടാ. അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കും. ഈ വലിയ സൈസുകൾ തന്നെ ഇടത്തരം സൈസും വലിയ സൈസൊക്കെ നോക്കിയിട്ട് സെപ്പറേറ്റ് വെയിറ്റൊക്കെ നോക്കും. ഓരോ ബോക്സ് ഒരു 30 കിലോ 35 കിലോ ബോക്സ് എന്നുള്ള അങ്ങനത്തെ റേഞ്ചിൽ എല്ലതും ഈക്വലായിട്ട് ഒരേ റേഞ്ചിൽ ആക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ. ഇപ്പോൾ ഇവിടെ ഇവരെന്നെ വണ്ടിയിൽ ഐസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നുള്ള ഐസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ കുളത്തിലെ മീൻപിടുത്തം കഴിഞ്ഞ് രണ്ടാമത്തെ കുളത്തിലേക്ക് മീൻ പിടിക്കാറുണ്ട്. ഇതുപോലുള്ള 4 കുളങ്ങൾ ഈ ഫാമിലുണ്ട്. അതിനകത്ത് എല്ലാറ്റിലും മീനുണ്ട്. രണ്ടാമത്തെ കുളത്തിലെ മീനാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കരയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് പിടിച്ച് കരയിലേക്ക് കയറ്റിയ മീനുകൾ ഐസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ ബോക്സിലും നിശ്ചിതമായിട്ടുള്ള ഒരേ വെയിറ്റ് തന്നെ മീനുകളാക്കിയിട്ട് ആ മീനുകളാണ് ഇവിടുന്ന് ഇപ്പോൾ ഐസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഐസ് ഇട്ട് മീനുകൾ എന്ത് ചെയ്യും, ലോഡ് കയറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ ഈ നടന്ന പ്രോസസ്സ് ഉണ്ട്, അതേപോലെ തന്നെ കുളത്തിൽ നിന്ന് മീൻ പിടിച്ച് വരും, ബോക്സ് ആക്കും, നേരിട്ട് ലോഡ് കയറ്റി പോകുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.